വൈക എന്തോ വൈക സ്കൂളിൽ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? പിന്നെ എക്സൈറ്റ്മെന്റ് പഠിക്കാൻ മാർക്കൊക്കെ ഉണ്ട്, പക്ഷെ പഠിക്കാൻ സത്യം അത്ര താല്പര്യമൊന്നുമില്ല. മാർക്കൊക്കെ കിട്ടും, പാട്ട് മാത്രം പാടിയാൽ മതി, പഠിക്കണ്ടേ? അല്ലല്ല പഠിക്കണമെന്നുണ്ട്, മാർക്കൊക്കെ കിട്ടും, പക്ഷെ എന്നാലും എനിക്ക് പഠിക്കാൻ അത്ര താല്പര്യമില്ല. സ്കൂളിൽ പോകുന്നത് അടിച്ചു പൊളിക്കാനാണ്, പിന്നെ പരീക്ഷയുടെ സമയമാകുമ്പോ പഠിച്ചു തീർക്കും. അതെ അതെ അതെ, സ്കൂളിൽ പോകുന്നതേ അടിച്ചു പൊളിക്കാനാണ് അവള്. ഓക്കെ, അടുത്ത് ധ്രുവ. ധ്രുവ എങ്ങനെ കുരുത്തക്കേടാണോ സ്കൂളില്? ഇല്ല ഇല്ല, നല്ല കുട്ടിയാണോ? നന്നായി പഠിക്കും, എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ട്. ഉണ്ട് ഒന്നുമില്ലേ, കുരുത്തക്കേടൊന്നുമില്ലേ പറയാൻ? അച്ഛനും അമ്മയെ സ്കൂളിൽ വിളിപ്പിച്ചത്? ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. എന്നാ അച്ഛനും അമ്മയെ ഇഷ്ടമുള്ള കൊച്ചിന്റെ അച്ഛനെ അമ്മയെ സ്കൂളിൽ വിളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. നന്നായി പഠിക്കും. തീർത്തൊക്കെ ചുരിദാർ ഇട്ട് നിക്കാ. ഗൈസ്, നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, എനിക്ക് കിട്ടിയ യൂണിഫോം ഇതായി പോയി. ഇവരുടെ കൂടെ ഞാൻ ഇങ്ങനെ പിടിച്ച് നിക്കാൻ വേണ്ടി ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയതാണുള്ളൂ. ഓക്കെ, തീർത്ത പറയൂ, തീർത്തയുടെ ബെസ്റ്റ് സ്കൂൾ മെമ്മറി ഏതാണ്? അങ്ങനെ പ്രത്യേകിച്ച് മെമ്മറി പറയുമ്പോ സ്കൂളിൽ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഞങ്ങളൊക്കെ കുറച്ച് ബിസിയാണ്, പാട്ടൊക്കെ പാടി ഇങ്ങനെയൊക്കെ നടക്കുന്ന ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റീസില്ല, അതല്ലേ? പറ, അതുകൊണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ ശരിക്കും, സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഇനി അടുത്ത ആള് എന്തെങ്കിലും പറയോ എന്തോ? പറ. നല്ല സ്കൂൾ മെമ്മറി പറ. ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നല്ല ടീച്ചേഴ്സാ. നല്ല ടീച്ചേഴ്സാ. നിങ്ങളുടെ ഈ പാൻറ് ഇട്ട ചേട്ടന് കൊടുക്ക്. ചേട്ടൻ പറ. ഇപ്പൊ ഓൺലൈൻ സ്കൂളിലാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മെമ്മറി ഒന്നും ഇല്ല. എന്നുവെച്ചാ രാവിലെ എണീക്കുക, ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരിക്കുക. അത് ഭയങ്കര ഒരു ഇതല്ലേ, രാവിലെ എണീറ്റ് ഇങ്ങനെ പോയി പഠിക്കുന്നത് ഒരു രസം തന്നെ. 5ാം ക്ലാസ് വരെ അങ്ങനെയായിരുന്നു. 5ാം ക്ലാസ് അങ്ങനെയാണ്, പക്ഷെ 4ാം ക്ലാസ് അത് നല്ലായിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ആ സമയത്താണ് ഫ്രണ്ട്സ് ആയത്. 3ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. 4ാം ക്ലാസ്സിൽ മാത്രമേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊരു നല്ല ക്ലാസ് ആയിരുന്നു, മെമ്മറബിൾ ആയിരുന്നു. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും. നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും സ്കൂളില്? കുരുത്തക്കേടൊന്നുമില്ല, സ്കൂളിൽ എല്ലാരും എന്നെ മാവേലിന്ന് വിളിക്കില്ല. വല്ലപ്പോഴും കയറി ചെല്ലുന്നോണ്ടാണ്. പിന്നെ നോട്ടൊക്കെ അയച്ചു തരും, പഠിക്കും. ഓക്കെ, പറയൂ. സ്കൂളിലൊക്കെ പോവാറുണ്ടോ? പഠിക്കാറുണ്ടോ? പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? മലയാളം. നിനക്ക് ഏറ്റവും പൊട്ട മാർക്ക് കിട്ടുന്ന സബ്ജക്ട് ഏതാ? മാത്സ് ഭയങ്കര ടഫാല്ലേടാ? ഓക്കെ, അപ്പൊ ഈ ഇയറില് നീ നന്നായിട്ട് മാത്സിന് സ്കോർ ചെയ്യും, ഉറപ്പല്ലേ? ട്യൂഷന് പോകുന്നുണ്ടാ? എന്നിട്ട് അവിടെ പഠിക്കുവോ? പിന്നെ ഓക്കെ, സ്കൂളില് അത്യാവശ്യമൊക്കെ പഠിക്കും, കുറച്ചൊക്കെ പഠിത്തമുള്ളൂ. ഇപ്പൊ അങ്ങനെ പോത്തില്ല, ഇപ്പൊ ഇതിന്റെ ഒരു ഇതായിട്ട് പോത്തില്ല. ഇപ്പൊ നിനക്ക് ഫോണിലൊക്കെ ഇരിക്കാനല്ലേ സമയം കൂടുതൽ? അല്ലല്ല, ഇപ്പൊ ഫോൺ ഞാൻ പോയിക്കൂല. പിന്നെ കുരുത്തക്കേടൊക്കെ ഉണ്ട്. പച്ചക്കള്ളം. ഓക്കെ, അടുത്തത് നിവേദ്. നിവേദിന്റെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, ലിഫ്റ്റില് കുടി. ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ്, ഈ സൂപ്പർ സ്റ്റാർ എല്ലാരും. ഇവിടുന്ന് പാട്ടൊക്കെ പാടി, മറ്റേ പ്രമദവനമൊക്കെ പാടി, ഗോൾഡൻ മൈക്കൊക്കെ അടിച്ച് സ്കൂളിൽ ചെന്നിട്ട് എന്ത് പറഞ്ഞു എല്ലാവരും? സോറി, ഞങ്ങൾ എന്താ എല്ലാരും പറഞ്ഞെന്ന് മറന്നുപോയി, അതുകൊണ്ടാ. മേബു, സാറിന് സ്കൂളിൽ പോകാൻ പറ്റാറുണ്ടോ? പറ, ഏറ്റവും ബെസ്റ്റ് സ്കൂൾ മെമ്മറി ഏതാ? ബെസ്റ്റ് സ്കൂൾ മെമ്മറി PT പീരീഡാ? കളിക്കാൻ വേണ്ടിയല്ലേ? എന്തൊക്കെയാ ഗെയിംസ് കളിക്കാ നിങ്ങള്? ഫുട്ബോളാണ് കൂടുതലും, പിന്നെ ക്രിക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് കളിക്കും. പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്, ഞാന്, പിന്നെ ഹെൽമിഷ് എന്നാണ് ഒരാളുടെ പേര്, പിന്നെ നീൽ ഫിറോസ്, ഞങ്ങൾ പുതിയ മുഖം എന്ന് വിളിക്കും. പിന്നെ ഹായ് മെബുവിന്റെ ഫ്രണ്ട്സ്. പിന്നെ ജസ്വിൻ ചോക്ലമീശ എന്ന് വിളിക്കും. ചോക്ലമീശേ. നിനക്ക് എന്താ ഇരട്ട പേര്? ടിന്റുമോൻ. ഓക്കെ, ശ്രീഹരി പറ, എന്തിട്ടുണ്ട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. എന്ത് പറഞ്ഞു കൂട്ടുകാരൊക്കെ? അന്ന് പുതിയ ഹരിശങ്കർ സാറ് പുതിയ സൈക്കിൾ വന്നില്ലേ, അതിനുശേഷം പിന്നെ സൈക്കിൾ ഭ്രാന്തെന്ന് എല്ലാവരും വിളിക്കാറ്. സൈക്കിളിനാണ് സ്കൂളിൽ പോകുന്നേ? പിന്നെ ചേച്ചി ഉണ്ടാക്കി ചൂണുന്ന് വിളിക്കും. സോറിയടാ,
അതറിയില്ലായിരുന്നു ആർക്ക് സ്കൂളിൽ? ആർക്കും അറിഞ്ഞിരുന്നില്ല. ആ. ചേച്ചി പറയുന്ന ശേഷം എല്ലാവർക്കും മനസ്സിലായി. അറിഞ്ഞ്. ഓക്കെ. നിന്റെ ഏറ്റവും ബെസ്റ്റ്, നീ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ സ്കൂളില്? ഉണ്ടാ? ഒരെണ്ണം പറയോ? പറയാൻ പറ്റുന്ന ഒരെണ്ണം പറഞ്ഞാ മതി. അച്ഛനും അമ്മയൊക്കെ വിളിപ്പിക്കാറുണ്ട് എപ്പോഴും സ്കൂളില്? PT പീരീഡിൽ പോകുമ്പോ മാങ്ങ എറിഞ്ഞിട്ട് സ്കൂളിന്റെ ഓട് പൊട്ടിച്ചാ? എന്നിട്ട് എന്നിട്ട് ഓടിന്റെ പൈസ കൊടുത്താ? അച്ഛനമ്മയെ വിളിപ്പിച്ചിട്ടില്ലേ സ്കൂളില്? എന്തിനാടാ? നേരെ വൈകി എത്തിയിട്ട് നീ എവിടെ പോണേ? കറങ്ങാൻ പോകുന്ന സ്കൂളിൽ നേരത്തെ പോവാതെ? വെറുതെ പതുക്കനെ അങ്ങനെ അരിച്ചു പോവും. ഓക്കെ. സാറിനൊന്ന് കാണട്ടെ. വളരെ നല്ല സമയമാണ്. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? വളരെ നല്ല സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. എന്താ? ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നല്ലൊരു ദിവസമാണ് ഇന്ന്. ഇത് കുറച്ച് കൂടുന്നു. നല്ല ദിവസമാണ്. അതെ അതെ, ഇന്നിപ്പോ സ്കൂള് തുറക്കാൻ പോവാണല്ലോ. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. 10 അപ്പൊ അതിൻ്റെയായിട്ടുള്ള ടെൻഷൻ. അതെ, ഈ സ്കൂള് തുറക്കുന്ന ദിവസം ആദ്യത്തെ ഒരു 2-3 ദിവസം പുതിയ ബുക്ക്, ആ ബുക്കിന്റെ സ്മെൽ, ആ മണം, പുതിയ പേനയുടെ സ്മെല്ല്, ഇതൊക്കെ ഒരു 3 ദിവസം മാറില്ലേ? 3 ദിവസമല്ലേ, 2 ദിവസം, ഒരു ദിവസം തന്നെ പോകും. പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിന് കാണുമ്പോൾ തന്നെ പോവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെയൊക്കെ കുട്ടി മെമ്മറീസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞു, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരെക്കാളും പ്രായം കുറവായിട്ട് എനിക്ക് തോന്നുള്ളൂ. എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി. പക്ഷേ നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നായിരിക്കും. അപ്പോൾ അത് മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുക, പഠിക്കുന്നതിനൊപ്പം തന്നെ എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസിലും, പാട്ട്, ഡാൻസ്, ആക്ടിങ്, എല്ലാത്തിലും നമ്മൾ ചേരുക. നമുക്ക് തന്നെ സ്വയം നമുക്ക് എന്തിലൊക്കെ കഴിവുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് നമ്മുടെ സ്കൂൾ ലൈഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പറ്റാവുന്ന അത്രയും അടിച്ചു പൊളിക്കുക, ഒപ്പം നന്നായിട്ട് പഠിക്കുക.